അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ മതത്തെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ലാതെ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മളത് അവർ സ്വീകരിക്കണം. അങ്ങനെയൊക്കെ സ്വീകരിച്ച് രൂപം ഉണ്ടാക്കി അങ്ങനെ പുതിയ കേരളം ഉണ്ടായി വരണം. അതാണ് റിയൽ സ്റ്റോറി, അതല്ല റിയൽ സ്റ്റോറി. വീട്ടിൽ നിന്ന് ആ രീതിയിൽ ഇറങ്ങാൻ പറ്റുന്ന, രാത്രി അടക്കം പോകാൻ പറ്റുന്ന, വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നത്. കാരണം അത് കൃത്യമായി നമുക്ക് നോക്കുമ്പോൾ 2 ദിവസത്തെ മദ്യത്തിൻ്റെ വിറ്റുവരവ് 236 കോടി രൂപയാണ് എന്ന് ഔദ്യോഗികമായിട്ട് വരുന്നു. വ്യാപകമായി ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ആവേശങ്ങൾ അത് കെട്ടടങ്ങാതെ സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം അത് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളാണ് ഈ ഓണം വിജയിപ്പിച്ചത് എന്നുള്ള രൂപത്തിലാണ് പുതിയ പരാമർശങ്ങൾ. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തുകൊണ്ട് ഇപ്പോഴാണ് ഒരു മതേതര കേരളം യഥാർത്ഥത്തിൽ പിറന്നത് എന്നൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആഘോഷങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത്? അല്ല, ഇങ്ങനെ ഈ മതേതര കേരളം ഇപ്പോഴാണ് ഉണ്ടായതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഈ മതേതര കേരളം എന്നത് ഈ പറയുന്ന ആളുകൾക്ക് എന്തായാലും മനസ്സിലാക്കിയ മതേതരത്വം നമുക്കറിയില്ല, അല്ലേ? അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൽ. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യത്തെ പറയണത് മതനിരാസമല്ല, മതലയനമല്ല, മതനിരപേക്ഷതയാണ്. അതെ, അതായത് അവനവൻ്റെ മതം അനുസരിച്ചാണ് അവനവൻ ജീവിക്കുക, മറ്റുള്ളവരോട് നല്ല സഹവർത്തിത്വത്തോട് പെരുമാറുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊരു മതത്തിൽ നിൽക്കാൻ പാടില്ല. അതെ, എല്ലാവരും അവരുടെ മതത്തിൻ്റെ അസ്തിത്വം വിട്ടിട്ട് എല്ലാവരും എല്ലാതും ചെയ്യാം, കൂടി കലരണം. എന്നിട്ട് എല്ലാ മതവും ഇങ്ങനെ ആകെ മതത്തിൻ്റെ വ്യക്തിത്വം അസ്തിത്വമൊക്കെ പണയം വെച്ച് ഒരു സങ്കര ഇനം സമൂഹം അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിനെയാണ് മതേതരം. അതാണ് മതേതര കേരളം, അതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന രീതിയിൽ വലിയ തോതിൽ, അത് പ്രത്യേകിച്ച് നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ട്രെൻഡാണ്. ശരിക്കും മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം ഈ പ്രധാനപ്പെട്ട മതങ്ങളിൽ അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ കുറവാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. അവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം എല്ലാ മതവും അത് കൂടി ഒരുമിച്ച് എൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും, പണ്ട് അക്ബർ ഉണ്ടാക്കിയ ദീനിലാഹി ഉണ്ടല്ലോ, ആ ദീനിലാഹി ടൈപ്പിലൊരു സാധനം കേരളത്തിൽ വന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതല്ല, ഞാൻ എൻ്റെ മതത്തിൽ നിൽക്കും എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഭയങ്കര കുഴപ്പക്കാരനും പ്രശ്നക്കാരനും തീവ്രവാദിയും ഒക്കെ ആയി മാറ്റുന്ന ഒരു അന്തരീക്ഷംപ്പെടുത്തിയിട്ടുണ്ട്, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏതായാലും അംജദ് ചോദിച്ച ഈ ആഘോഷത്തിൻ്റെ പ്രാവശ്യത്തെ ഒരു സംഗതി, അതിങ്ങനെ ഈ ഓൺലൈനിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഇതിന് വേറെ 1-2 തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ, ഒന്നാമത്തത് ഈ ആഘോഷങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന ആഘോഷത്തോലുണ്ടല്ലോ, അത് ഓണത്തിൻ്റെ കാലത്ത് മാത്രമല്ല, മൊത്തത്തിൽ അതിനെക്കുറിച്ച് നമ്മളൊരു ആലോചന ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു കുടുംബ വിഷയം ചർച്ച ചെയ്യുന്ന സമയമാണ്, ഒരു സഹോദരിയുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഫീസ് കൊടുക്കണം, അവർക്ക് അവരുടെ ഡ്രസ്സ്, മരുന്ന്, കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ അവർക്ക് ഒപ്പിച്ച് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. അപ്പോൾ ഞാനവരോട് ചോദിച്ചു, കുട്ടികൾക്ക് ഫീസ് എത്ര വരും, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. എന്തായാലും ചിലവ് വരും, ഒരു മാസത്തിൽ എത്ര ചിലവ്? അപ്പോൾ അവർ പറഞ്ഞു ഫീസ് ഇത്രയൊക്കെയാണ് വരിക, യാത്രക്ക് ഇത്ര വരും. പിന്നെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ കുറച്ചായിട്ട് എനിക്ക് തീരെ താങ്ങാൻ കഴിയാത്തത് ഈ വിദ്യാലയങ്ങളിൽ ഇഷ്ടം പോലെ ആഘോഷ പരിപാടികളാണ്. അതിനൊക്കെ ഡ്രസ്സ് എടുക്കണം, അതിനൊക്കെ പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം. കാരണം അവരെ ബെഞ്ചിമിരിക്കുന്ന അവരുടെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരും അതുപോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞ സംഗതി വരും, അത് കഴിഞ്ഞാണ്ട് അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടായി കൊടുക്കും. പിന്നെ മറ്റേ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ സംഗതി വരും. അതുകൊണ്ട് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ നാളെ ലോകകപ്പ് മത്സരം വന്നു, അന്ന് എല്ലാവരും ഒരേ ജെയ്സി ഇടണം, അപ്പോൾ ആ ജെയ്സി വാങ്ങണം. അതൊക്കെ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് കഴിയുമ്പോഴേക്കിന് ഒരു ഓണം വരിക, അപ്പോൾ ഓണത്തിന് സെറ്റ് മുണ്ട് വേണം, സെറ്റ് സാരി വേണം, അതിന് പ്രത്യേക സംവിധാനം, ആ സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി സെൻറ്റ് ഓഫ് വരും, അപ്പോൾ ആ സെൻറ്റ് ഓഫിൻ്റെ അന്ന് സംഗതികൾ വേണം. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് സംഗതി ആ നിലക്കുള്ള വേഷവും കാര്യങ്ങളും ഉണ്ടാക്കിയുള്ള ഇതാണ്. പിന്നെ പെരുന്നാൾക്ക് അതും ഇപ്പോൾ ഈ രൂപത്തിൽ വേറെ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു ആഘോഷമില്ലാത്ത ദിവസം ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതിനൊക്കെ അത് ഈ ഫീസിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി കാശാണ് അതിന് കൊടുക്കേണ്ടിയിരുന്നത്. അത് ചെറിയൊരു ക്വാളിറ്റിയിലുള്ളതൊന്നും പോരാ കുട്ടികൾക്ക്. എന്നിട്ട് അതിൻ്റെ പേരിൽ പിന്നെ വീട്ടിലൊന്നും കച്ചറയാണ്, എനിക്കില്ല, കിട്ടിയില്ല, വാങ്ങിയില്ല. അപ്പോൾ ശരിക്കും അപ്പോൾ ഒരു പറയുന്നത് വെച്ചാൽ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ
ഒരു സമാധാനം സന്തോഷമൊക്കെ നാട്ടിലുണ്ടാകാനാണ്. പക്ഷേ നമ്മളെ വീട്ടിൽ എപ്പോഴും ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സമ്മർദ്ദങ്ങളാണ്. ഉള്ള സമാധാനം കൊണ്ട് കുട്ടി കുറേ പ്രഷർ അടിക്കുക, എനിക്ക് തരില്ല, കുട്ടി കരഞ്ഞു പോവുക. ഇങ്ങനത്തെ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഈ വീടുകളിൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന എലമെൻ്റ് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടത്. ഞാനതാ പറയുന്നത്. അതായത് അത് ചർച്ച ചെയ്യണം നമ്മൾ. അത് വേറൊന്നുമല്ല, കമ്പോളാണ്. അത് കമ്പോളം ത്രസിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിരാക്ഷസന്മാരെന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ്. അത് അവർക്ക് ഇതിപ്പോൾ എത്ര ഡ്രസ്സ് ചിലവായി ഓരോ സമയത്ത്. ഇപ്പോൾ ആരോ ഇന്നലെ പറഞ്ഞു ഒരു ദിവസത്തെ ഇടാൻ പറ്റുള്ളൂ ഇത്രയും ഒരു ദിവസം. അതെ, ഒരൊറ്റ ദിവസം ഇട്ട് അത് ഒഴിവാക്കണം. ഡ്രസ് കോഡ്, കളർ കോഡുകൾ, അങ്ങനത്തെ ഡ്രസ്സുകളാണത്. ആ സിൽക്കിയൊക്കെ ആയിട്ട് അതൊന്നും ആരും സാധാരണ ഡ്രസ്സ് വാങ്ങിയിട്ട് അതൊരു ഒരു കൊല്ലോ ഒരു 6 മാസം ഇടാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പിന്നെയുണ്ട്. ഇതതുമില്ല, ഒക്കെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനം ഉണ്ടല്ലോ. എന്നിട്ട് ഇതിന് ഈ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ കാശാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രെൻഡ് ഉണ്ടാക്കി ഇപ്പോൾ ഏകദേശം ഈ ഓണാഘോഷം ഒക്കെ അടുത്ത വന്നപ്പോൾ 20,000-ൻ്റെ 25,000-ന് കോടിയിലധികം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കമ്പോളങ്ങളിൽ കറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും ആളുകളുടെ കാശ് പോക്കറ്റ് അടിക്കാൻ വേണ്ടി ഒരു ഭാഗം അത് നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ ഈ വിഷയമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ അവസാനം DJ പാർട്ടിയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഈ DJ പാർട്ടിക്ക് പ്രത്യേക വാഹനമുണ്ട്, പ്രത്യേക സംവിധാനമുണ്ട്. അവർ കടയിൽ തുറന്നിരിക്കണേ, ഇനി എന്താ അടുത്ത പരിപാടി, ഇനി എന്താ അടുത്ത്. അപ്പോൾ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കണവർ ഇതുവരെ അറിയണില്ലല്ലോ. അവിടെ അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കി അത് ഒരു കോളേജിൽ നടത്തും, അത് റീൽസാക്കും, അത് റീൽസാക്കിയിട്ട് അത് പ്രചരിപ്പിക്കും. അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ കോളേജിൽ നടത്തും, മറ്റേ സ്കൂളിൽ നടത്തും. അപ്പോൾ മറ്റേ സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൂടുമ്പോൾ ആ സ്കൂളിൽ നടത്തിയാൽ നമ്മളെ സ്കൂൾ അപ്പോൾ അടുത്ത പ്രാവശ്യം അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മളൊന്നും നടത്തിയില്ലെങ്കിൽ ശരിയാവില്ല. മറ്റേ കട ഇൻ്റെ സാധനം ഇനി വിറ്റ് പോകണില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ. എല്ലാവരും ഈ ഒരു ട്രെൻഡിക്ക് ഇങ്ങനെ മൊത്തം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ വണ്ടി ഒന്നു തന്നെ ഉണ്ടാവുള്ളൂ. ഓൻ്റെ ഡേറ്റിനനുസരിച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ വെക്കേണ്ടി വരിക. അതേപോലെ വാടക കിട്ടുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഡേറ്റ് നോക്കിയിട്ടാണോ ഈ ഡേറ്റ് വെക്കാൻ. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടുമ്പോൾ വേറെ ആളുകൾ തുടങ്ങും. ഇങ്ങനെ ഇതുമേ ഒരു കച്ചവട പരിപാടി നന്നായിട്ടുണ്ട്. പിന്നെ മീഡിയക്കും തന്നെ 24 മണിക്കൂർ വർക്ക് ചെയ്യണ്ടേ. 24 മണിക്കൂർ ആളുകളെ അത് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഇതിന് ഓരോ സാധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ക്യാമറയും നോക്കി അത് വർഷം മുന്നോട്ട് പോകും. അതിൽ കുറച്ച് പരസ്യം കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണും. പിന്നെ യഥാർത്ഥ മതവിശ്വാസികൾ ശരിക്കും അസ്വസ്ഥരാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. അത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ശരിക്കും ആത്മാർത്ഥമായി മതം അനുസരിച്ചുകൊണ്ട് അവനവൻ്റെ മതത്തിലുണ്ടല്ലോ ഒരു ഇഖ്ലാസ് എന്ന് പറയുമല്ലോ. അതിങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയല്ല, അതൊക്കെ ഒരു സത്യമാണെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതിനൊരു ഭവ്യതയും ബഹുമാനമൊക്കെ വെച്ച് അവർക്കിപ്പോൾ അത് ആഘോഷിക്കാൻ കിട്ടണില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാ കൊണ്ടുപോയി, ഞങ്ങൾ ഓണം കൊണ്ട്, ഞങ്ങൾ ക്രിസ്മസും കൊണ്ടുപോയി, ഞങ്ങൾ ആ പൂപ്പനെയും കൊണ്ടുപോയി, ഇത് പോയി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം നാളെ ഒരാളിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല, അപ്പോൾ വേറെ എന്തൊക്കെയാണ് പരിപാടി നടക്കണത്. അയാൾ വളരെ ഇതായിട്ട് പറയാണ്, ഇതൊന്നും നമ്മളെ കാലത്തില്ലാത്ത പരിപാടി. ഇപ്പോൾ ശരിക്ക് ഓണം എന്താ, പെരുന്നാൾ എന്താ, ക്രിസ്മസ് എന്താ, ഒന്നും ഒരു വേർതിരിച്ച് മനസ്സിലാവില്ല. ഒക്കെ അവസാനം വിഷയം കണ്ട് ഈ പരിപാടികൾ കുറേ നടക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് അവർ വളരെ ഭവ്യതയോടുകൂടി കുറേശ്ശെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അവരുടെ വിശ്വാസം കാര്യം വെച്ച്. അതൊന്നും അല്ലാത്ത കോലത്തിൽ ഇങ്ങോട്ട് ആടിത്തിമിർത്ത് ഉള്ള രീതിയിൽ. ഞാൻ പറയുന്നത് ഒന്ന് ആഘോഷങ്ങൾ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അത് മതങ്ങൾക്ക് എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. അതിപ്പോൾ കയറി കണ്ട് വല്ലാതെ മേയാൻ പോയത് മുസ്ലിം പെൺകുട്ടികളോട് കൂടി ഞാൻ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ പ്രത്യേക ആഘോഷങ്ങളോടുള്ളൊരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ സംഭവം എന്താ വെച്ചാൽ 2-3 കാര്യത്തിനോട് ഇവർക്ക് ഇഷ്ടമുണ്ട് പുതിയ തലമുറക്ക്. ഒന്ന്, ഒരു മിംഗ്ലിംഗ് ഡാൻസ്, ഒരു തുള്ളൽ സംസ്കാരം. അപ്പോൾ അത് എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ തുള്ളക്കുണ്ടാവും, അവിടെയൊക്കെ തുള്ളും. ഇപ്പം ഞാൻ റമദാൻ മാസം വരികയാണ്. അപ്പം റമദാൻ മാസത്തിൽ തുടങ്ങിക്കുന്ന ട്രെൻഡ്, അതായത് രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ചായപ്പീടിയും പേരും പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു തുള്ളൽ വെച്ചാൽ നടക്കും. എന്നിട്ട് അതേ ആൾക്കാരെന്നെ തുള്ളൽ കഴിഞ്ഞുകൊണ്ട് പിന്നെ തറാവീസ്കരിക്കാനും പോകും. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിക്കും കൊണ്ടു അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതേ വേഷവും സാധനങ്ങളൊക്കെ ഇട്ടുങ്ങാനുണ്ട് പള്ളിയിൽ വന്ന് കണ്ട് നിസ്കരിക്കണ ഫോട്ടോ ജുമസ്കരിക്കണ ഫോട്ടോ ആരോട്ട് ചെയ്യും. അപ്പോൾ ഇവർ ജുമയക്കും ഉണ്ട്, ഇതിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞ ഈ തുള്ളൽ സംസ്കാരം, വേറെ ഒന്നുള്ളത് എന്താ വെച്ചാൽ ഈ റീൽസിൻ്റെ പ്രകടനപരത. അതെല്ലാവരും ഇങ്ങനെ ഷോക്കേസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഗതികൾ വരുമ്പോഴാണ് അതിന് പറ്റുന്ന റീൽസിന് വേണ്ടിയാണ് ഇതൊക്കെ.
അത് റീൽസിനാണ്, അതിന് വേണ്ടി മാത്രം. അതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലഹരി. ഇപ്പം ഇതിൽ തന്നെ ലഹരി ഉപയോഗിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തല്ലോ. ഇതിനോടൊപ്പം ഈ ലഹരി ആൺപെൺ ബന്ധം കൂടിക്കലരൽ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്വാദനം, അതിന് സന്ദർഭം ബോധപൂർവം അന്വേഷിച്ച് നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഓണത്തെ കിട്ടും, ക്രിസ്മസിനെ കിട്ടും, പെരുന്നാളിനെ കിട്ടും, അതേപോലെ സെൻഡ് ഓഫിനെ കിട്ടും, പലതിനെയും കിട്ടും. അപ്പോൾ ബേസ് എന്തല്ല ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ വിശ്വാസവും ആചാരവും സംസ്കാരവും അവിടെ ഒന്നല്ല അവിടുത്തെ വിഷയം, മറിച്ച് എന്താണ് എന്തോ ആഘോഷിക്കുക എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഇത് ഇസ്ലാമികമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിക വിശ്വാസത്തോട് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങി എന്നാണല്ലോ പറഞ്ഞത്. അവിടെ മുസ്ലിം പെൺകുട്ടികൾ എന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ എയറിലാക്കാൻ ആൾക്കാർ മുസ്ലിം പെൺകുട്ടികളെ തൊട്ട സ്ഥിതിക്ക് അതായിക്കോട്ടെ. അല്ല, ഞാൻ പറയുന്നത് അവരെ ഞാൻ കുറ്റം പറയല്ല ചെയ്യുന്നത്. അവർ ശരിക്കും ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസവും കാര്യം മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്യണതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവർക്ക് ഒന്നാമത് മതപരമായ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന തലമുറയല്ല. അതെ, ഇതിൻ്റെ ഗൗരവം അറിയില്ല. ഇപ്പോൾ ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ മിങ്കിളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം, ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും മതസംഘടനക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണമെന്ന് എനിക്ക് പറയുള്ളത്. ആണും പെണ്ണും പരസ്പരം മിങ്കിൾ ചെയ്യുക എന്നുള്ളത്, പരസ്പരം സ്പർശിക്കുക എന്നുള്ളത് ഇസ്ലാമികമായി തെറ്റാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ, നേരെ തിരിച്ചല്ലേ. അതേപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് പ്രത്യേക ഇന്ന ഭാഗങ്ങൾ മറക്കണം എന്നുണ്ട്, അത് മറക്കാവുന്ന തെറ്റല്ലേ. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഗൗരവം പഠിച്ചൊരു തലമുറയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഒന്നാമത് ഈ പാഠശാലകളിൽ നിന്നൊക്കെ ഒരു പേരിനെന്തോ പഠിച്ചു പോയി എന്നല്ലാതെ പിന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരവും കാര്യങ്ങളൊന്നും എന്തില്ല യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് അവരെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്താതെ അവരെ പ്രകോപിപ്പിച്ച് നിങ്ങളൊക്കെ ഇസ്ലാമിന് പുറത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിന് പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധവൽക്കരിക്കുക, ഇതിൻ്റെ ശരിക്കുള്ള ശരിയും തെറ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു ഉപഭോഗ സംസ്കാരം, ഈ ഒരു ജീവിതം അടിച്ചു പൊളിച്ചുള്ള പോക്കുണ്ടല്ലോ, അത് ഒരു നല്ല പര്യവസാനമല്ല ഉണ്ടാവുക എന്നുള്ളത് അവരെ ശരിക്കും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് ഓണത്തിൻ്റെ വിഷയത്തെ. അതിപ്പോൾ ഒന്ന് മതത്തിൻ്റെ അടിത്തറ മനസ്സിലാക്കി അത് ആ നിലക്ക് ഉൾക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിൻ്റെ തൃക്കാക്കര അപ്പനും അതിൻ്റെ വിശ്വാസവും കാര്യങ്ങളും. പിന്നെ വേറെ കുറേ ആൾക്കാർ ദേശീയ ഉത്സവം, സാംസ്കാരിക ഉത്സവം, കേരളത്തിൻ്റെ അങ്ങനെയുള്ളൊരു തനിമ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കൊണ്ടാടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിൽ വിശ്വാസത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. അതായത് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയലെന്താ വെച്ചാൽ ചില നിരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് അവർ വിശ്വാസത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ആ പൂക്കളത്തിൽ പങ്കെടുക്കാൻ പാടില്ല, അതുപോലെ അവർ പൂജിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല, അവരെ സന്തോഷത്തിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കുക എന്ന് പറയുന്ന ആ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് കണ്ട് നോക്കുമ്പോൾ അതിനെപ്പറ്റി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു വരയണം എന്ന് തന്നെ പറയുന്നത്. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു മതത്തിൻ്റെ പിൻബലമുള്ള ആഘോഷമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ബാക്കിയുള്ളതിലൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ വര അവിടെ വരക്കണം തന്നെയാണ് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിലൊക്കെ മുന്നിൽ വെച്ച് നമുക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ വര ഏതായാലും വരക്കണമല്ലോ, അത് നമ്മൾ കുറച്ച് എത്തിയിട്ട് വരക്കണോ കുറച്ച് ഇവിടെ തന്നെ വരക്കണോ എന്നുള്ളത് ഇതിൻ്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ വരക്കണം. അതായത് ഓണവുമായി ബന്ധപ്പെട്ട് അത് ആ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതായത് ഹൈന്ദവരായ അത് അവരുടെ ആഘോഷിക്കട്ടെ, അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്മസ് അവരുടെ ആഘോഷമാണ്, അത് അവർ ചെയ്യട്ടെ. പെരുന്നാൾ മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അവർ ചെയ്യട്ടെ. ഓരോരുത്തരും മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് മറ്റുള്ളതിൽ ഇടപെടാനും ഇടപെടാതിരിക്കാനും പറ്റുമെന്നുള്ളത് അവരാണ് പറയേണ്ടത്. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് വരാൻ അവരുടെ മതവും വിശ്വാസം അനുവദിക്കുന്നുണ്ടെങ്കിൽ വരാം, നമുക്ക് വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട. എന്നാൽ അവരെന്നെ ഇപ്പോൾ ശബരിമല പോവുകയാണ്, ശബരിമല പോണ സമയത്ത് അവർ നോമ്പ് നോക്കും, അവർക്ക് പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട്, പ്രത്യേക വേഷം ധരിക്കും, കറുത്ത വസ്ത്രം ധരിക്കും. ആ സമയത്ത് സാധാരണ നമ്മളെ വീട്ടിൽ വന്നിരുന്ന നമ്മുടെ അയൽവാസികളാണെങ്കിൽ തന്നെ അവർ പറയുന്നത് ഞാൻ മാലട്ടതാണ്, ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു മതേതര കേരളത്തിലല്ലേ ജീവിക്കണേ. ഇപ്പം എനിക്ക് ഇന്നലെ വരാനില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ ഒരു കറുത്ത തുണി എടുത്തപ്പോൾ എൻ്റെ സ്വഭാവം മാറിയോ, ആ മാലട്ടപ്പോൾ എൻ്റെ സ്വഭാവം മാറിയോ, എന്തൊരു വർഗീയത ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെങ്ങനെ ഫയർ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അത് അയാളെ ബഹുമാനിക്കാൻ വേണ്ടത്, അയാളെ വിശ്വാസം, അതെ ഓക്കെ റെഡി എന്ന് പറയല്ലേ വേണ്ടേ. ഇതേപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ പറയണത്
പിന്നെ എല്ലാ കാര്യത്തിലും യോജിച്ച് മുന്നോട്ട് പോകണം. ഈ കാര്യത്തിൽ എന്താണ്, ഇതെനിക്ക് പറ്റാത്തതാണ്, ഇത് നമ്മളെ വിശ്വാസത്തിന് പറ്റാം. ഞാൻ ഏകദേശം വിശ്വാസിയാണ്. ഇതിപ്പോൾ ഒരു തൃക്കാക്കരയപ്പൻ്റെ വിശ്വാസവും കാര്യമൊക്കെ ഇപ്പോൾ അത്തത്തിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പറ്റും. അത് അവരും എന്ത് ചെയ്യണം, ശരി, അതും ബഹുമാനിക്കല്ലേ വേണ്ടത്. എന്തായാലും അപ്പോഴേക്ക് നമ്മൾ വർഗീയവാദിയാകണത് എങ്ങനെ, അപ്പോഴേക്ക് ഭീകരവാദിയാകണത് എങ്ങനെ, അതെനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പുതിയൊരു മതം ഉണ്ടാക്കുകയാണ്. എല്ലാം കൂടി സങ്കരം ഇനം ഒരു പായസം വെച്ചിട്ട് അത് അംഗീകരിക്കാത്തവനൊക്കെ കുഴപ്പക്കാരൻ, അവനൊക്കെ തീവ്രവാദി. അതൊരു ഫാസിസം എന്ന് ഞാൻ പറയുന്നത്. അതിനാണ് ലിബറൽ ഫാസിസം എന്ന് പറയാം. അതായത് സംഘപരിവാർ ഫാസിസത്തെ വിമർശിക്കുകയും ചെയ്യാം. ഈ ഇവിടേക്ക് വരുമ്പോൾ ഇവരുടെ ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവനൊക്കെ കുഴപ്പക്കാരൻ എന്നുള്ള രൂപമുണ്ടല്ലോ, അതൊന്നും ശരിയല്ല. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വര ഏതായാലും വരക്കണം, ആ വര നേരത്തെ വരക്കുക. അപ്പോൾ ചോദിക്കും, ഈ ഒരു സംഘപരിവാർ കാലത്ത് നമുക്കൊരു പിന്നെ പരസ്പര സഹകരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു അവസരം കിട്ടുക ആഘോഷത്തിൻ്റെ സമയത്തല്ലേ. ഇതിൽ ആഘോഷം കാത്തിരിക്കണതിന് അതിന് വേറെ എന്തൊക്കെ അവസരം ഉണ്ടാക്കാം, അതിനെന്തൊക്കെ അവസരം ഉണ്ടാക്കാം. നമ്മളിവിടെ കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന മാനുഷികമായ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു മനുഷ്യ സൗഹാർദ്ദം പടുത്തുയർത്തണം. അതിന് പ്രത്യേക പരിപാടി പദ്ധതിയൊക്കെ കൊണ്ടുവരണം. അത് എത്ര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനി കൊണ്ടുവരാം. അത് കൊല്ലത്തിലെടുക്ക് വരുന്ന ആഘോഷം വരുമ്പോൾ മാത്രം കാത്തിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ആഘോഷം കൊണ്ട് അത് ചെയ്യണം എന്നുള്ളൊരു ചെയ്തോട്ടെ. പക്ഷെ അതിന് ഒരാൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിന് അവകാശം കൊടുക്കണം. അതല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം എന്താ, ഇന്ത്യയെ പറ്റിയും ബഹുസ്വരത്തിനെ പറ്റിയും ഒന്നും ഒരു സംസാരിക്കുന്ന ആളുകൾ വായടഞ്ഞു പോണ്. അവരപ്പം എന്താ അവരെ കോലം മാറണത് എന്താ? ഇതിന് ആരെങ്കിലും ഒന്ന് ആ രീതിയിൽ സംസാരിക്കുമ്പോഴേക്ക് അവർ ഇസ്ലാമിന് പിന്നെ കേരളത്തിന് പറ്റാത്തവരാണ്, മതേതര ബോധമില്ലാത്തവരാണ്, ബഹുസ്വരത അംഗീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കയറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന സോഷ്യൽ പ്രഷർ ഉണ്ടല്ലോ, ആ സോഷ്യൽ പ്രഷറിനനുസരിച്ച് കൊണ്ട് തീരുമാനം എടുപ്പിക്കുക എന്നുള്ള രൂപമുണ്ടല്ലോ, അത് നടക്കാനേ പോകില്ല, അത് പറ്റില്ല. നമ്മളൊക്കെ എല്ലാവരും നാട്ടിൽ ജീവിക്കണം. ഇന്നും നല്ല പൊട്ടിമുളച്ച ആൾക്കാരല്ല. നമുക്കൊക്കെ അയൽവാസികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അതിലൊക്കെ എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല അസുഖമോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങും, ഒക്കെ ചെയ്യുന്നുണ്ട്. കച്ചവടവും കാര്യങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ടും പോകുന്നുണ്ട്. അത് നമ്മളെ മതത്തെപ്പറ്റിയും വിശ്വാസത്തെപ്പറ്റിയും നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ലാതെ അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, നമ്മളത് അവർ സ്വീകരിക്കണം, അങ്ങനെയൊക്കെ സ്വീകരിച്ച് രൂപം ഉണ്ടാക്കി അങ്ങനെ പുതിയ കേരളം ഉണ്ടായി വരണം. അതാണ് റിയൽ സ്റ്റോറി. അതല്ല റിയൽ സ്റ്റോറി. റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഭരണഘടന ഓരോരുത്തർക്ക് നൽകുന്ന അവകാശം അനുസരിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകണം. അതോടൊപ്പം സഹവർത്തിത്വത്തോടു കൂടി നല്ല രീതിയിൽ പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ഒരു മിംഗ്ലിംഗ് സംസ്കാരം ഉണ്ടാക്കി എല്ലാവരുടെ വിശ്വാസവും ആഘോഷ ആചാരങ്ങളിലും അത് എനിക്ക് ഉള്ളിലൊന്നും വിശ്വാസമല്ല, അങ്ങനെ ഉണ്ടല്ലോ, ഉള്ളിലൊന്നും അത് കാപട്യാണ്. എന്തിനാ ഉള്ളിൽ വിശ്വാസമില്ലാതെ പോകേണ്ട കാര്യം എന്താ? എൻ്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ പരസ്പരം ബഹുമാനിക്കുക. അപ്പോൾ വിദ്യാലയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അത് ഇവിടെ നമ്മൾ വ്യത്യസ്ത മതത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ ഇവിടെ ഹൈന്ദവർക്ക് ഇന്ന ആഘോഷങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇന്ന ആഘോഷമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഇന്ന ആഘോഷം. ആ ആഘോഷ സന്ദേശങ്ങൾ ഇതാണ്, അതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണ്. പരസ്പരം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒക്കെ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവരവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങളെല്ലാം പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാവരും ചെയ്തെങ്കിലേ മതേതരനാവുള്ളൂ, സൗഹൃദമുള്ളവനാവുള്ളൂ. അല്ലാത്തവനൊക്കെ കുട്ടുസായ ആളാണ്, അവന് ഈ നാട്ടിന് പറ്റാത്തവനാണ്, അവന് ബഹുസ്വരത തിരിയാത്തവനാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യ തിരിയാത്തവരാണ് അവർ. വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ. ഒരു ഇന്ത്യ രാജ്യത്തുള്ള ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് എടുക്കാവുന്ന ഏറ്റവും കൃത്യമായ നിലപാടുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഓണം ഇങ്ങനെ തകർത്തോണം, ഒന്നിച്ചോണം, ഒരുമിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും? ഓണം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഘോഷിക്കുന്ന മുസ്ലിങ്ങളെ തച്ചു ഓടിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VK ശ്രീരാമൻ, എഴുത്തുകാരനും നടനുമൊക്കെയായ അദ്ദേഹം പുലിക്കളിയെ വിമർശിച്ചുകൊണ്ട് ഒരു ചെറിയ കുറിപ്പിട്ടു. ഒരു പ്രസംഗത്തിലാണ് തോന്നുന്നത്. പുലിക്കളി ഹിന്ദു ധർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു അനുഷ്ഠാനത്തിൻ്റെയോ ഹിന്ദു സംസ്കാരത്തിൻ്റെയോ അവിഭാജ്യ ഘടകമായൊരു കാര്യമാണ് എന്നൊന്നും ആർക്കും വിശ്വാസമില്ലല്ലോ. പക്ഷേ ചിലവരത് ഹേർട്ട് ചെയ്തു അത്രേ. മതപരമായിട്ട് അവരെന്ത് ചെയ്ത് അല്ല, പക്ഷേ ഞാൻ വന്നല്ല. അങ്ങനെ അതാണെങ്കിൽ തന്നെയും അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നുകൊണ്ടാണല്ലോ.
ആണല്ലോ, സംശയമില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ്. അപ്പോൾ അതും അതിൻ്റെ ഭാഗമാണെങ്കിൽ എന്തെല്ലാം ഈ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയേണ്ടതുണ്ട്. അത് അതായത് പുലിക്കളിക്കിലിപ്പോൾ മറ്റേ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നും വേഷം കെട്ടിയാൽ അത് കുഴപ്പമില്ലെങ്കിൽ, അവർക്ക് തുള്ളാൻ അറിയില്ലെങ്കിൽ പറ്റിയ പോലെ തുള്ളിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലെങ്കിൽ, എന്തുകൊണ്ട് ആ സമയത്തില്ലാത്തൊരു വിമർശനം ഈ കുമ്പ് കുലുക്കുന്നത് ഇതിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മോദി ചാലീസ, ഹനുമാൻ ചാലീസ ഉണ്ടായി. കൂട്ടത്തിൽ എന്ത് ചോദിച്ചാൽ ക്യാബറിങ് കഴിച്ചു. അപ്പോൾ അത് വലിയ വിവാദമായി. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല, കൂടെ ചേർക്കാൻ പറ്റാത്തതാണ് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ കൻവാർ യാത്ര നടന്നു. ആ കൻവാർ യാത്ര നടക്കുന്ന സമയത്ത് ധാരാളം അക്രമങ്ങളും മറ്റു പല രീതിയിലുള്ള വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമല്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ തന്നെയും വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടു മന്തി സദ്യ. അതെന്താ വിവാദമാകുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ നമുക്ക് വിഷുവിനറിയാം. വിഷുവിന് എന്ത് ചെയ്തു, ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ മറ്റേ ഷവായ അല്ലേ വെച്ചൊരു പോസ്റ്റർ വന്നു. അപ്പം ഞാൻ മനസ്സിൽ ഇതെല്ലാം മതപരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ഹേർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം, ഇവിടെ മതാതീതമായ ആഘോഷങ്ങളുണ്ട്, ദേശീയ ആഘോഷങ്ങൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് നിയമങ്ങളില്ലേ ഉണ്ട്. അതിന് ആര് പതാക ഉയർത്തണം, എത്ര മണിക്ക് മുൻപായിട്ട് പതാക ഉയർത്തണം എന്ന് കൃത്യമായിട്ട് നിയമങ്ങളിൽ. ആ നിയമങ്ങൾ തെറ്റിക്കുന്നത് ദേശീയമായിട്ടുള്ള അത്തരം കാഴ്ചപ്പാടിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ്. പതാക താഴ്ത്തിക്കെട്ടണം, 5 മണി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പതാക താഴ്ത്തണം. അപ്പോൾ ഇതിനൊക്കെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല. ഇത് അങ്ങനെയാണെങ്കിൽ ഏത് വകയിലാണിത് വരുന്നത്? മതമല്ല, ദേശീയമല്ല. ദേശീയമാണെങ്കിൽ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ നിയമങ്ങളുണ്ട്. ദേശീയമല്ല. ഇപ്പോൾ രണ്ടും അല്ലാത്തൊരു കാറ്റഗറി ആണെങ്കിൽ ഇതിലെല്ലാവർക്കും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൂട്ടിച്ചേർക്കാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തള്ളാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, VK ശ്രീരാമൻ വിമർശിക്കപ്പെടാൻ പാടില്ല. ചില കാര്യങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ തൊള്ളും എന്ന് പറഞ്ഞാൽ ഉണ്ട്. വേണ്ടവർക്ക് എടുക്കാതിരിക്കുക ചെയ്യാം. അതിനകത്ത് അതൊരു സ്വാതന്ത്ര്യമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം, ഇതിനിപ്പോൾ 3 സങ്കല്പങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നിപ്പോൾ മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ട്, 2 വാമന ഓണം എന്നുള്ള രീതിയിൽ, പിന്നെ മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ചില ചരിത്രകാരന്മാർക്കും ഇത് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടെന്തോ ആണ് എന്നുള്ള തോന്നലുണ്ട്. ആ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതിനെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോണ്, നാളെ ഇതിൻ്റെ പേരിൽ ചേരമാൻ സ്വലാത്ത്, ഓണത്തിൻ്റെ ഭാഗമായിട്ട് ചേരമാൻ നേർച്ച, അങ്ങനെ എന്താണ് ഞങ്ങൾ ഇതിനാണ്ട് ഓണം അങ്ങനെ ആഘോഷിക്കാൻ പോവാണ്. നിങ്ങളെന്താ ചെയ്യാൻ പോണ്? ഞങ്ങളെ സംബന്ധിച്ചോളം എന്താണ്, ഇത് ഞങ്ങളുടെ കൂടെ ആഘോഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഈ സദ്യയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിലേക്കാണിത് ഇത് മെല്ലെ എന്താണ് ലീഡ് ചെയ്യപ്പെടുക, അവനവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ആഘോഷ സ്വഭാവങ്ങളിലേക്ക് വരും. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ കാബിഡെന്ന് പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മലപ്പുറത്തിനൊക്കെതിരായ ആളുകൾ ഈ വിഷയത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു, പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരാളുടെ മതം തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ മതം പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഇപ്പോൾ ആകെ എന്തുള്ളൂ, പണ്ഡിതന്മാരായ ആളുകൾ ഞാൻ മനസ്സിലാക്കിയ മതവിശ്വാസ പ്രകാരം ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്ക് ഇതിനെന്തിനാണ് പിന്നെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്, മലിനപ്പെടുത്തുക എന്ന് പറയേണ്ടതില്ലോ. ഇവിടെ മുസ്ലിം സമൂഹം എങ്ങനെ ആകണമെന്ന് പറയാൻ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട്. അത്രമാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാട്, കമ്മ്യൂണിസ്റ്റിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളില്ലേ, ക്രിസ്ത്യൻ സഭകളില്ലേ, ഹിന്ദുക്കളില്ലേ, മുസ്ലിങ്ങളില്ലേ, അതെന്തുകൊണ്ടാണ്? വിവിധ വീക്ഷണകോണുകളിലുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ എന്താണ് ഈ ഒരു ആഘോഷത്തെക്കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം, അതുണ്ടാകും. അത് പറയാനുള്ള അവകാശവും ഇവിടെ വേണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു അപകടം പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് റെക്കലെസ്സായ വഴിവിട്ട രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് ഇതൊക്കെ പോകുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, നമുക്ക് വിവാഹം എല്ലാത്തിലും സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈക്കോളജി നോക്കിയാൽ എന്താണ്, ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന
അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സമയമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ആ രീതിയിൽ ഇറങ്ങാൻ പറ്റുന്ന, രാത്രി അടക്കം പോകാൻ പറ്റുന്ന, വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നത്. കാരണം അത് കൃത്യമായി നമുക്ക് നോക്കുമ്പോൾ 2 ദിവസത്തെ മദ്യത്തിൻ്റെ വിറ്റുവരവ് 236 കോടി രൂപയാണ് എന്ന് ഔദ്യോഗികമായിട്ട് വരുന്നു. അപ്പം മദ്യം കുടിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നും മദ്യം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു ആഘോഷമാണ് ഇതും എന്ന് ആരെങ്കിലും പറയൂ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പം എന്താണ് ഉണ്ടല്ലോ. അത് മദ്യത്തിൻ്റെ മാത്രം കണക്കില്ലാത്ത ലഹരി ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ നിയത സ്വഭാവങ്ങളില്ലാതെയാകുമ്പോൾ അമിതമായ ആനന്ദത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനവുമായിട്ടത് മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന കൈവിട്ടൊരു കളിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അഷ്റഫ് പറഞ്ഞ പോലെ വെച്ചാൽ ഇതിൻ്റെ പിറകിലുള്ള അജണ്ടകളും താല്പര്യങ്ങളും അവർ തന്നെയാണ് ഇതിനെ മീഡിയകളിലൊക്കെ പോപ്പുലറൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് ബുദ്ധിശൂന്യമായി ഏറ്റെടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്നും കൂടെ വകതിരിവോടെ ചിന്തിക്കണം. ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതിനെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറച്ച് മുസ്ലിം ചെക്കന്മാർ 4 ഹിന്ദു പെൺകുട്ടികളും കൂട്ടിയിട്ട് മറ്റേ ഓണം ആഘോഷിക്കാൻ പോയി നോക്കുക. അതോടെ തീരാവുന്നതുള്ളൂ ഇന്നത്തെ ഓണ ആഘോഷം. ഏതായിരുന്നാലും ഈ ആഘോഷങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട കൃത്യമായ കാഴ്ചപ്പാടുകളാണ് ഇവിടെ വിശദീകരിച്ചത്.